एलडीएफ और यूडीएफ उनके जो यहां इकोसिस्टम है, जिन्होंने आंखों पे पटरी बांध करके बैठे हुए हैं, मेरी बात सुन लीजिए और थोड़ा दिमाग खोल करके सोचिए। आप देखते हैं केरला में ज्यादातर 5 साल एलडीएफ फिर 5 साल यूडीएफ, 5 साल यानी वही आते जाते रहते हैं। आप मुझे बताइए ऐसा क्या हुआ कि त्रिपुरा में 30 साल से ये लेफ्ट वालों की सरकार चल रही थी और उसके बाद वहां की जनता ने तंग आकर के, थक करके बीजेपी को मौका दिया और आज दोबारा वहां बीजेपी की सरकार चल रही है और वहां एलडीएफ का नामो निशान नहीं बचा है, लेफ्ट का नामो निशान नहीं बचा। कारण ये जो मिली भगत थी, बीजेपी के आने के बाद वो मिली भगत खत्म हो गई। बंगाल देखिए, 35-40 साल तक लेफ्ट ने राज किया था, वहां सरकार बदली और उसने लेफ्ट के खिलाफ जंग किया और परिणाम क्या हुआ? आज बंगाल में लेफ्ट वालों को चुनाव लड़ने के लिए उम्मीदवार नहीं मिल पाते हैं, लेकिन केरल में ऐसा नहीं होता है। इसलिए क्योंकि दोनों की मिलीभगत है। 5 साल तुम बैठो, फिर 5 साल हम आएंगे, न हम तुम्हें परेशान करेंगे न तुम हमें परेशान करोगे। अगर केरला को बचाना है, अगर केरला को आगे बढ़ाना है, तो एलडीएफ यूडीएफ की इस जोड़ी को तोड़ना ही होगा और परिवर्तन लाना ही होगा। നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ പറഞ്ഞു, ഭരണം മാറുന്നുണ്ടെങ്കിലും എക്കോസിസ്റ്റം ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഇവിടെ നിലനിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ബുദ്ധി ഉപയോഗിച്ച് അല്പം കൂടി ചിന്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൽ 5 വർഷം ഇടതുപക്ഷം, 5 വർഷം വലതുപക്ഷം എന്ന രീതിയിലാണ് ഭരണം നടക്കുന്നത്. നിങ്ങൾ എന്നോട് പറയൂ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ത്രിപുരയിലെ ഉദാഹരണം എടുക്കാം. ത്രിപുരയിൽ 30 വർഷമാണ് ഇടതുപക്ഷ സർക്കാർ ഭരിച്ചത്. അതിനുശേഷം അവിടെ ജനങ്ങൾ മാറി ചിന്തിച്ചു, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അവസരം നൽകി. ഇന്ന് തുടർച്ചയായി 2ാം തവണയും ഭാരതീയ ജനതാ പാർട്ടി ത്രിപുര ഭരിക്കുകയാണ്. ഇന്നവിടെ എൽഡിഎഫിനെ പേരിന് പോലും കാണാൻ കിട്ടുന്നില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി വന്നാൽ ഇവരുടെ അഴിമതിയും ഐക്യവും നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ബംഗാളിന്റെ ഉദാഹരണം എടുത്താൽ 35-40 വർഷക്കാലം ബംഗാൾ ഇടതുമുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സർക്കാർ മാറി, ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്ത് ഇന്ന് അവിടെ പുതിയൊരു സർക്കാർ ഉണ്ടായിരിക്കുന്നു. പക്ഷേ അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ഇടതുപക്ഷത്തിന്റെ ടിക്കറ്റിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടുന്നില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ. ഇതെന്തുകൊണ്ടാണ് കേരളത്തിൽ സംഭവിക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഇവർ രണ്ടുപേരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്, വിട്ടുവീഴ്ച രാഷ്ട്രീയമാണ്, ഐക്യമാണ് ഇതിന് കാരണം. ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തെ രക്ഷിക്കണമെങ്കിൽ, കേരളം രക്ഷപ്പെടണമെങ്കിൽ ഈ ഇടതു വലതു മുന്നണിയുടെ കൂട്ടുകക്ഷി ഭരണം, ഇവരുടെ ഐക്യത്തോടു കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഭരണം അവസാനിപ്പിക്കണം. കാരണം ഒരാൾ പറയുന്നു, ഞാൻ ഭരണത്തിൽ വന്നാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, നിങ്ങൾ ഭരണത്തിൽ വന്നാൽ ഞങ്ങളെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഭരണം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ കേരളം മുൻപോട്ടേക്ക് പോവുകയുള്ളൂ, കേരളം രക്ഷപ്പെടുകയുള്ളൂ. एनडीए സുഹൃത്തുക്കളെ, बीजेपी स्टेट के विकास से देश के विकास का मंत्र लेकर चलती है। इसलिए हम केरला के विकास को प्राथमिकता देते हैं। लेकिन एलडीएफ केरला के विकास की दुश्मन बनी हुई है। एलडीएफ अपनी ताकत यहां केंद्र सरकार की योजनाओं को रोकने में लगी है। एलडीएफ केरला में
मिशन का नेक्स्ट फेज लागू नहीं कर रही, जहां हर घर तक नल पहुंचाने की स्कीम में देरी की जा रही है। एलडीएफ सरकार नहीं चाहती कि गरीबों के बच्चे भी पीएम-श्री जैसे आधुनिक स्कूलों में पढ़ाई करें। यहां की राज्य सरकार इस योजना के लाभ से केरला के स्टूडेंट्स को दूर रख रहे हुए हैं। ऐसी गरीब विरोधी एलडीएफ सरकार को सबक सिखाना बहुत जरूरी है। പ്രിയപ്പെട്ടവരെ, സംസ്ഥാനങ്ങളുടെ വികസനത്തിൽ കൂടി മാത്രമേ രാജ്യത്തിന്റെ വികസനം സാധ്യമാകൂ എന്ന മന്ത്രവുമായാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ കേരളത്തിന്റെ വികസനത്തിന് ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതേസമയം കേരളം ഭരിക്കുന്ന എൽഡിഎഫ് ഇന്ന് വികസനത്തിന്റെ ശത്രുവായി മാറിയിരിക്കുന്നു. ഇന്ന് എൽഡിഎഫ് സർക്കാർ അവരുടെ എല്ലാ ശക്തിയും കഴിവും വിനിയോഗിക്കുന്നത് കേന്ദ്ര പദ്ധതികളുടെ നേട്ടം കേരളത്തിലെ സാധാരണക്കാർക്ക് നൽകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവരെല്ലാ ശക്തിയും കഴിവും വിനിയോഗിക്കുന്നത്. കേരളത്തിലെ നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അടുത്ത ഘട്ടം, രണ്ടാം ഘട്ടം എൽഡിഎഫ് സർക്കാർ നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാ വീടുകളിലും പൈപ്പുകളിൽ കൂടി ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയും ഇവിടെ ഇന്ന് നിലച്ചിരിക്കുകയാണ്. പീഎം-ശ്രീ പദ്ധതിയുടെ കീഴിൽ വരുന്ന പഠിക്കേണ്ടതില്ല കേന്ദ്ര സർക്കാരിന്റെ നയം. ഈ പദ്ധതിയുടെ നേട്ടങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളെ ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ സംസ്ഥാന സർക്കാർ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുകയാണ്. ഇങ്ങനെ സാധാരണക്കാരുടെ ശത്രുവായി മാറിയ ഇടത് സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, बीजेपी एनडीए की केंद्र सरकार गरीब का जीवन बेहतर बनाने में जुटी है। इसका एक और उदाहरण हमारे शहरों में रेहड़ी, ठेले, फुटपाथ पर काम करने वाले हमारे भाई बहन हैं। हमने इन्हें आर्थिक मदद देने के लिए पीएम स्वनिधि योजना बनाई। केरला सहित देश के लाखों ऐसे साथियों को पहली बार बैंकों से मदद मिलनी शुरू। കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.